അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ കേരളത്തിൽ ശവ്വാൽ പിറന്നതോടുകൂടി നമ്മുടെ മതകലാലയങ്ങൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് വരിവരിയായി കടന്നു വരുന്ന ഒരുപാട് കുരുന്നുകൾ അവർ വരുന്നത് മദ്രസയിലേക്കാണ്. മദ്രസകൾ അവർക്ക് എന്ത് നൽകുന്നു എന്ന് ചോദിച്ചാൽ കുഞ്ഞുനാളിലെ അവർക്ക് നന്മയെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവർക്ക് മുതിർന്നവരെ ബഹുമാനിക്കാനും ഉപ്പയെയും ഉമ്മയെയും സ്നേഹിക്കാനും അവരെ ആദരിക്കാനും ഇങ്ങനെ കുഞ്ഞുനാളിലെ ഒരുപാട് നന്മകൾ പഠിച്ചുകൊണ്ടാണ് ആ കുട്ടികൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും ചില ആളുകൾ മദ്രസകളെ വിമർശിക്കാറുണ്ട്. എങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരെ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ സംസ്കരിക്കുകയും അവർക്ക് യഥാർത്ഥമായ ജീവിതം പഠിപ്പിച്ചു കൊടുക്കുകയും അവരുടെ ജീവിതം കരുപിടിപ്പിക്കുകയും ഭാവിയിൽ അവരെയൊക്കെ ഉത്തമ മാതൃകകളായ രാജ്യത്തിൻ്റെ പൗരന്മാരായി മാറ്റിയെടുക്കുന്നതിൽ മദ്രസകൾ വഹിക്കുന്ന പങ്കിന് വിസ്മരിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും മദ്രസയിൽ പഠിച്ച ഒരു വ്യക്തി കുറ്റം ചെയ്യുന്നതുകൊണ്ട് മദ്രസകൾ ഒന്നടങ്കം അത് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നോ അല്ലെങ്കിൽ കുട്ടികൾ നന്നാവുന്നില്ല എന്നോ നമുക്ക് വിധി എഴുതാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്നു കരുതി ആ സംവിധാനത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റം ചെയ്യുമ്പോൾ എല്ലാ പോലീസുകാരും ഇങ്ങനെയാണെന്ന് പറയുന്നത് ഒരിക്കലും ബുദ്ധിയല്ല, വിവേകമല്ല. ഒരു സ്കൂൾ അധ്യാപകൻ അദ്ദേഹം തെറ്റ് ചെയ്യുമ്പോൾ എല്ലാ അധ്യാപകരും ഇങ്ങനെയാണെന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ. എന്നതുപോലെ തന്നെ നമുക്ക് നന്മയെ കാണാൻ കഴിയണം. തിന്മകൾ നടക്കുന്നുണ്ട്, കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആ കുറ്റകൃത്യങ്ങളിൽ മാത്രം കണ്ണുവെച്ചുകൊണ്ട് നമ്മൾ കമൻറ്റ് എഴുതുകയും നമ്മൾ പ്രതികരിക്കുകയും ചെയ്യുന്നത് ഭൂഷണമല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ മദ്രസകളിലൂടെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഉസ്താദുമാർ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തുച്ഛമായ വേതനത്തിന്, ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഉസ്താദുമാർ അവർ ജോലി നോക്കിക്കൊണ്ടല്ല, നേരെ മറിച്ച് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ അവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. വിദ്യാഭ്യാസത്തിന് വിശുദ്ധ ഇസ്ലാം നൽകിയ അത്ര മഹത്വവും പവിത്രതയും വേറെ ഒരു പ്രത്യയശാസ്ത്രത്തിനും നൽകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മതവിദ്യാഭ്യാസത്തോട് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തോട്, അറിവിനോട് സമൂഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രതിപത്തിയാണ് ഇവിടെ അടയാളപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഉസ്താദുമാർ അവർക്ക് അവരുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുകയും ആ കുട്ടികളെ നല്ല നല്ല ശീലങ്ങൾ കുഞ്ഞുനാളിലെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും വലിയ ശമ്പളമോ ഉന്നതമായ അധികാരമോ ഉന്നതമായ സുഖലോലുപമായ ജീവിതമോ അല്ല, മറിച്ച് അവർ വിശ്വസിക്കുന്ന പരലോകത്തെ ഏറ്റവും പവിത്രമായ സ്ഥാനത്തെക്കുറിച്ചാണ്, അതിൻ്റെ ബഹുമതിയെക്കുറിച്ചാണ്, അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സമയം ചെലവഴിക്കാൻ അവർ മെനക്കെടുന്നത്. അതുകൊണ്ട് മദ്രസകൾ സമൂഹത്തിൽ എന്ത് നിർവഹിക്കുന്നു എന്നത് അത് പൊതുവായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് യഥാർത്ഥമായ വിദ്യാഭ്യാസവും പരിസ്ഥിതി ബോധവും അതുപോലെ തന്നെ സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യവും എല്ലാം മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുന്നു എന്നതാണ്. അവിടെ പ്രകൃതിയുടെ പാഠങ്ങളുണ്ട്, അതുപോലെ തന്നെ ട്രാഫിക് നിയമങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാം മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മദ്രസയുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ അറിയാത്തവർ വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും തയ്യാറാകുമ്പോഴാണ് ഒരു ജനകീയമായ ഒരു ധർമ്മദത്തമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി മദ്രസകൾ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ തിരിച്ചറിവുകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.